മറ്റൊരു വാർത്തയിലേക്ക്. പാർട്ടി വിടുന്നതും മുന്നണി മാറുന്നതും എല്ലാ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പതിവ് കാഴ്ചകളായി മാറിയിട്ടുണ്ട്. എറണാകുളത്ത് വിഭാഗീയതയെ തുടർന്ന് CPM പുറത്താക്കിയ ഏരിയ കമ്മിറ്റി അംഗം VP ചന്ദ്രൻ ഇത്തവണ UDF സ്വതന്ത്രനായാണ് കൊച്ചി കോർപ്പറേഷനിൽ മത്സരിക്കുന്നത്. മുൻപ് CPM കൗൺസിലറായി ജയിച്ച വാർഡിൽ തന്നെയാണ് ഇക്കുറി UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ ശക്തമായ മത്സരം നടക്കുന്ന ഒരു വാർഡാണ് വൈറ്റില വാർഡ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന കൗൺസിലർ അദ്ദേഹം CPM ആയിരുന്നു, അദ്ദേഹം ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു. പിന്നീട് വിഭാഗീയത എല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ച് അവിടെ നിന്ന് CPM-ൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം തൊട്ടടുത്ത ഈ തവണ അദ്ദേഹം മത്സരിക്കുന്നത് UDF സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ മത്സരിക്കുന്നു എന്നതാണ്. VP ചന്ദ്രൻ ഈ രീതിയിൽ വോട്ട് തേടുകയും ചെയ്യുന്നുണ്ട്. വലിയ രീതിയിലുള്ള ശക്തമായ ഒരു മത്സരം നടക്കുന്നു എന്നത് തന്നെയാണ് പ്രത്യേകത. പഴയ ഒരു രാഷ്ട്രീയ കൂടാരം വിട്ട പുതിയ സ്ഥലത്തേക്ക് അദ്ദേഹം എത്തുകയും ചെയ്യുന്നു എന്നത് തന്നെയാണ്. വോട്ട് പിടുത്തത്തിന്റെ എല്ലാം തന്നെ ഒരു തിരക്കിലാണ് രാവിലെ തന്നെ. എങ്ങനെയുണ്ട് പൊതുവിൽ? നല്ല ഒരു പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. വളരെ ആവേശകരമായിട്ടുള്ള സ്വാഗതമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. നമുക്കറിയാം, നമ്മുടെ ഒരു അനുഭവത്തിൽ ഹൃദയത്തിൽ തട്ടിയാണ് നമ്മളോട് ആളുകൾ സംസാരിക്കുന്നത്. ഞാൻ വളരെ ഒരു സാധാരണക്കാരനാണ്. ഞാൻ കഴിഞ്ഞ ടൈമിൽ കൗൺസിലറായിരുന്നു. കൗൺസിലർ ആയതിനു ശേഷം ഇവിടുത്തെ ജനങ്ങളെ ആകെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട്, അത് കുടുംബശ്രീ പ്രവർത്തകരെയാണെങ്കിലും റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തകരെയാണെങ്കിലും ആരോഗ്യ പ്രവർത്തകരെയും ആശാവർക്കരെയും എല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു വികസനം, ഒരു പുതിയ തലത്തിലേക്ക് ഒരു ആഘോഷമാക്കി മാറ്റിയ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഹൃദയത്തിൽ ഒരിടം നേടാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ആത്മവിശ്വാസമാണ്. പഴയ സ്ഥലത്ത് തന്നെയാണ് ബഹുഭൂരിപക്ഷം പേരും അറിയാവുന്നൊരു അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇത്തവണയുണ്ടോ? പഴയ 50-ാം ഡിവിഷനും 50-ാം ഡിവിഷൻ കൗൺസിലറായിരുന്നു ഞാൻ. ഇപ്പോൾ 49-ാം ഡിവിഷൻ്റെ ഒരു ഭാഗം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പുതിയ 46 എന്ന് പറയുന്ന ഒരു പുതിയ ഡിവിഷൻ രൂപീകരിച്ചത്. 50-ാം ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നേരിട്ട് എല്ലാവരും അറിയാം. അതോടൊപ്പം തന്നെ ഈ കൂട്ടിച്ചേർത്ത പ്രദേശത്തെയും ജനങ്ങളുമായിട്ട് നല്ലൊരു ബന്ധം കഴിഞ്ഞ 40 വർഷത്തിലേറെ കാലമായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിലുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ UDF ഒരു പൊതു സ്വതന്ത്രൻ എന്ന രീതിയിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഈ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗങ്ങൾ, തൈക്കൂട ഉൾപ്പെടെയുള്ള കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗങ്ങൾ സ്വാഭാവികമായിട്ടും UDF-ന് കൂടുതൽ മെജോറിറ്റി ഉള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെല്ലാം അവർക്ക് കൂടുതൽ LDF-നേക്കാൾ മികച്ച തരത്തിലേക്ക് മുന്നേറാൻ കഴിഞ്ഞ പ്രദേശം കൂടിയാണ് ഇപ്പോൾ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് CPM പ്രവർത്തകൻ എന്ന രീതിയിൽ നിന്നെല്ലാം തന്നെ അറിയപ്പെടുന്ന ഒരാളായിരുന്നു. ഇവിടെ എല്ലാം വലിയൊരു പാർട്ടി പ്രവർത്തനമൊക്കെ തന്നെയായിരുന്നു. അതിൽ നിന്ന് മാറി പുതിയൊരു ഇടത്തേക്ക് വരുമ്പോൾ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് അനുഭവപ്പെടുന്നത്? അല്ല, ഞാനൊരു പാർട്ടി പ്രവർത്തകൻ എന്നതിനപ്പുറം യഥാർത്ഥത്തിൽ ഞാനൊരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ എപ്പോഴും ഞാനുണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പ്രതിനിധി അവർ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന സമയത്ത്, അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവരിലേക്ക് എത്താൻ നമുക്ക് കഴിയണം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് അവരുടെ ഒരു വീട്ടിലൊരു വിഷയമുണ്ടാകുമ്പോൾ, അത് ദുഃഖകരമാണെങ്കിലും ആഘോഷമാണെങ്കിലും അവരാഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാക്കാൻ കഴിയും. ആ തരത്തിൽ എനിക്ക് തോന്നുന്നു, ആ തരത്തിലുള്ള ഒരു പ്രവർത്തനം എൻ്റെ ഭാഗത്തുനിന്നുണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് ജനങ്ങളിലേക്ക് ഇത്ര ഇഴകിച്ചേർന്ന് നിൽക്കാനും അവർക്ക് ഇത്രയും സ്വീകാര്യനായിട്ട് മാറാനും എനിക്ക് കഴിഞ്ഞത്. രാഷ്ട്രീയം നോക്കുന്നില്ല ജനങ്ങൾ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിൽ അവന് ജീവിക്കണമെങ്കിൽ, മുന്നോട്ട് പോകണമെങ്കിൽ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാകണമെന്നില്ല. അങ്ങനെ ഒരുപാട് ആളുകളുണ്ടല്ലോ. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിൽ അവൻ ജനസേവകനായിരിക്കണം, അവരുടെ ഒപ്പം ഉണ്ടാകണം, ആർഭാടകരമല്ലാത്ത ജീവിതം നയിക്കുന്നവനാകണം. അത്തരത്തിൽ ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ ഞാനങ്ങനെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ചു പോകുന്നതിൻ്റെ ഒരു പ്രവർത്തന രീതിയാണ് എനിക്ക് കൈമുതലായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞാൻ ഈ പാർട്ടിയിലേക്ക് വരുമ്പോൾ പൂണിത്തുറയെ സംബന്ധിച്ചിടത്തോളം CPM എന്ന് പറയുന്ന പാർട്ടിയിൽ വളരെ ആദർശശുദ്ധിയുള്ള കുറച്ച് പ്രവർത്തകർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ പാർട്ടിയിലേക്ക്. ഞങ്ങൾ ഈ പാർട്ടിയിലേക്ക് വന്നതിന് ശേഷമാണ് CPM-ന് ഇത്രയേറെ ശക്തി ഈ പൂണിത്തുറയിലുണ്ടായത്. നമുക്കറിയാലോ, ഇവിടെ ചൂണ്ടിക്കാണിക്കാവുന്ന എല്ലാ സ്ഥാപനങ്ങളും പൂണിത്തുറ ഇവിടുത്തെ നൂറുകണക്കിന് തൊഴിലാളികളുടെ ജീവിതമാർഗമായിട്ടുള്ള വെയർ ഹൗസിംഗ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് അത് ഞങ്ങളുടെ പൂർവികർ അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ആർജിച്ച
തൊഴിൽ കേന്ദ്രമാണ്. തൊട്ടപ്പുറത്ത് കേരളത്തിൽ ആദ്യത്തെ സ്വകാര്യ കണ്ടെയ്നർ സ്റ്റേഷനായിട്ട് ആരംഭിച്ചത് CFS എന്ന് പറയുന്ന കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷനാണ്. അതിൻ്റെ ആരംഭകാലം മുതൽ അത് അങ്ങനെ ഒരു കണ്ടെയ്നർ സ്റ്റേഷൻ സ്ഥാപിതമാകുന്നതിന് വേണ്ടിയുള്ള ആദ്യം മുതലുള്ള ഇടപെടലുകൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പൂണിത്തുറ സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്ക് ഞങ്ങളുടെ പൂർവികർ അത് രൂപീകരിച്ചിട്ട് വലിയ തോതിൽ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സ്ഥാപനമായിരുന്നു. ഇപ്പോൾ ഇത് സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്ന സമയത്തുണ്ടായിരുന്ന ആദർശശുദ്ധിയുള്ള ആത്മാർത്ഥതയുള്ള പാരമ്പര്യമുള്ള CPM പ്രവർത്തകരൊന്നും ഈ പാർട്ടിയിൽ ഇപ്പോൾ ഇല്ല. ഈ പറയുന്ന ഇവിടുത്തെ വിഭാഗീയതയുടെ ഭാഗമായിട്ട് അത്തരം ആളുകളെല്ലാം മെമ്പർഷിപ്പിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അത്തരം ആളുകളുടെ എല്ലാം ഒരു പൊതുവികാരം എന്ന രീതിയിലാണ് ഞാനിവിടെ മത്സരിക്കുന്നത്. ആ ഒരു ആവേശവും കാണാൻ കഴിയും. പ്രത്യക്ഷത്തിൽ വേണമെങ്കിൽ അവർക്ക് എൻ്റെ ഒപ്പം ഇറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ 100% ഒരു പിന്തുണ എനിക്കുണ്ട് എന്നുള്ളതാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. UDF അനുകൂലമാവുന്ന ഒരു സ്ഥിതിയാണോ കോർപ്പറേഷനിലുള്ളത്? അല്ല, എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ കഴിഞ്ഞ ടൈമിൽ LDFൻ്റെ പാർലമെൻറ്റ് പാർട്ടി സെക്രട്ടറി എന്ന രീതിയിൽ പ്രവർത്തിച്ച സാഹചര്യത്തിൽ അന്നുണ്ടായിരുന്ന കോർപ്പറേഷനിലെ 74 ഡിവിഷനുകളിലും എനിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നു. അവിടുത്തെ പ്രശ്നങ്ങളിലെല്ലാം എനിക്ക് ഇടപെടാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഈ പ്രദേശത്തെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള പ്രശ്നം അതിരൂക്ഷമായിട്ടുള്ള കുടിവെള്ളമാണ്. മഹാനഗരമാണ്. മഹാനഗരത്തിൻ്റെ തെക്കേ ഓരത്തുള്ള ആളുകൾ കുടിനീരിനായിട്ട് ഇവിടെ കേഴുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. തമ്മനം പമ്പ് ഹൗസിൽ നിന്നുമാണ് ഇങ്ങോട്ട് വെള്ളം വരുന്നത്. ഏതാണ്ട് മുൻകാലങ്ങളിൽ നമുക്കല്ല 1.5 കിട്ടിക്കൊണ്ടിരുന്നത്. ആ തുടർച്ചയായിട്ടുള്ള പമ്പിംഗ് ഉണ്ടെങ്കിൽ പോലും തെക്കേ അറ്റത്തുള്ള ഈ വാലറ്റത്തുള്ള പ്രദേശത്തേക്ക് വെള്ളം കിട്ടാത്തൊരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. അപ്പോൾ തമ്മനം ടാങ്ക് പൊട്ടിയതിന് ശേഷം ആ പ്രശ്നം കൂടുതൽ രൂക്ഷമായി. ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം പ്രശ്നങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന ഒരു സാധ്യത കൊച്ചി നഗരസഭയിലുണ്ടായിരുന്നു. നമുക്കറിയാം, അമൃത് പ്രോജക്റ്റ് അതിൻ്റെ സെക്കൻഡ് ഫേസാണ് ഇവിടെ നടത്തുന്നത്. അമൃത് പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് 24/7 എന്ന തരത്തിലേക്ക് വാട്ടർ സപ്ലൈ ആണ്. എല്ലാവർക്കും കുടിനീരെത്തിക്കുന്നതിനുള്ള പ്രവർത്തനമാണ്. അത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര കൊച്ചി നഗരസഭയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തതിൻ്റെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ കുടിവെള്ളം എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മുഖ്യ അജണ്ടയായിട്ട് ഞാൻ കാണുന്നത്. ഏതായാലും ചന്ദ്രൻ പറയുന്നത് കഴിഞ്ഞ LDF ഭരണം കൊണ്ട് കൊച്ചി കോർപ്പറേഷന് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നപരിഹാരങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മുൻ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായിരുന്ന CPM ഏരിയ കമ്മിറ്റി അംഗം കൂടിയായിരുന്ന ചന്ദ്രൻ വിലയിരുത്തുന്നത്. ഏതായാലും CPM വിടുന്നു, UDFൻ്റെ ഒരു പൊതു സ്വതന്ത്രൻ എന്ന രീതിയിലേക്ക് മത്സരിക്കുന്നു. അത് വലിയ രീതിയിൽ തനിക്ക് ഇടതുപക്ഷത്തിൻ്റെ കൂടി ഒരു വോട്ട് തനിക്ക് ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കൂടിയായ ചന്ദ്രൻ്റെ ഒരു വിലയിരുത്തൽ. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനിപ്പോൾ.